മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞു അത് വാങ്ങിച്ചു രജിസ്റ്റർ സംഭവം അടിഞ്ഞിട്ട് വരുമ്പോൾ ഇത് വലിയ സുഖത്തിൽ ജീവിക്കുകയാണ്. ഒരു മകനുള്ളത് പോയതിൻ്റെ അപ്പൊ അതാണ് സ്നേഹം എഴുതിയത്. അപ്പൊ ഈ തരത്തിൽ പലപ്പോഴും പല ആളുകളുടെയും സ്നേഹം അവസാനം എത്തുന്നത് മക്കള് വേറെ ലോകത്തിലും അല്ലെങ്കിൽ മക്കള് പറഞ്ഞാൽ അനുസരിക്കാത്ത ലോകത്തിലും പിന്നെ ദുഃഖിക്കുക. ഇതിനൊരു മാറ്റം വരണ്ടേ? വേണോ വേണ്ടേ? അപ്പൊ ഇനി മുതൽക്കെങ്കിലും നമ്മൾ കുട്ടികളോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ ഇടപെടുമ്പോൾ നമ്മൾ ഒരാളുടെ മനസ്സിനെ മനസ്സിലാക്കി എന്ത് ചെയ്യണം? അവരെ ആ ഒരു അവർ കടന്നു പോകുന്ന വിഷമങ്ങളുടെയോ വേദനകളുടെയോ പ്രയാസങ്ങളുടെയോ അവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തുന്നതാണ് സ്നേഹം എന്ന് നമ്മളാണ്. അപ്പൊ അങ്ങനെ ഉയർത്തണമെങ്കിൽ നമുക്ക് ആ ഉയർത്താനുള്ള ഒരു കഴിവും ശക്തിയും ആർക്ക് വേണം? നമുക്ക്. അതെവിടുന്ന് കിട്ടും? ഇത് പറഞ്ഞു കൊടുക്കുകയാണ് 5-ാം സ്കന്ധത്തിലെ 5-ാം വളരെ മനോഹരമാണ്. നമുക്ക് നോക്കാം. പുസ്തകം വളരെ ഓർമ്മയില്ല. അതൊരു കാര്യം ഈ ഭാഗവതം എന്നൊക്കെ പറഞ്ഞത് പഠിക്കാൻ പിടികിട്ടാതെ പടികെട്ടി സാധനം ചെയ്യണം. വലിയ തോന്നുന്ന അത്ര പ്രയാസമുള്ളതായിട്ട് തോന്നില്ല. ചിലർ ഈ സംസ്കൃതം വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ ആവർത്തിച്ച് കേട്ട് 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 വരുമ്പോൾ അതിനോടൊരു പണ്ട് ഒരാൾ ജ്യോത്സ്യരുടെ അടുത്ത് പോയി. ജ്യോത്സ്യരുടെ അടുത്ത് പോയി ജ്യോത്സ്യരുടെ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു. ദേഹപ്പൊഴിക്കുന്നത് പൊട്ടിക്കഴിഞ്ഞ് ജ്യോത്സ്യരെ ഒന്നും പറയുന്ന ആകെ പ്രശ്നമാണ്. അപ്പൊ ജ്യോത്സ്യർക്ക് സാമ്പത്തികം വളരെ പ്രശ്നമാണ്. കുടുംബജീവിത ദാമ്പത്യം പ്രശ്നമാണ്. ഭാര്യയിലെന്ത് മക്കളാണ്, മക്കളും പറഞ്ഞാൽ പ്രശ്നമാണ്. എല്ലാം കൊണ്ടും പ്രശ്നമാണ്. ജ്യോത്സ്യരെ വന്നു. ഇപ്പൊ അമ്മയ്ക്ക് കണ്ടകശരി അതുപോലെ പോവാണ്. എത്ര വർഷം സങ്കടത്തിൽ 1.5 വർഷം കാരണം ഈ ദുരിത മനസ്സിലൊക്കെ സങ്കടപ്പുറത്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലകാലം വരുമ്പോഴും അങ്ങനെ ഈ ഭാഗത്തൊന്നും ഈ ജന്മം നമുക്ക് ശരിയാവില്ല. അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് കേട്ട് കേട്ട് വായിച്ചു നോക്കിനെ ശരിയായിക്കോളും. ക്രമേണ പിന്നെ നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ വായിക്കുമ്പോൾ ഒരു രസം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ പേരുണ്ടാവും അല്ലേ? ഉണ്ട്. ഞാൻ സംസ്കൃതം പഠിച്ച ആളെയല്ല, സത്യം പറയില്ല. സംസ്കൃതം പഠിച്ചിട്ടാണ്. അങ്ങനെ ശീലിച്ചാണ് ഞാൻ ഇതിനെ സ്ഥാപിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ പഠിക്കാൻ സംസ്കൃതം പഠിക്കാൻ സംസ്കൃതം പഠിച്ചില്ല. അത് എന്നോട് താല്പര്യമില്ല. കാരണം അത്ര ഇൻട്രസ്റ്റിംഗ്. എനിക്ക് മനസ്സിലായത് സംസ്കൃത ലാംഗ്വേജ് പഠിക്കണം. അതിന്റെ അർത്ഥം മനസ്സിലായി. അത് ഉൾക്കൊണ്ടാ പോലെ കാര്യം ഉൾക്കൊണ്ടാ. അപ്പൊ ഈ കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കും. നോക്കാം. നമുക്ക് പഞ്ചമസ്കന്ധത്തിലെ 5-ാം ഇതിന് പറയാ ഋഷഭോപദേശം എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പിറ്റുപദേശം എന്ന് വിളിക്കാം. പാരന്റിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മകൾ സേവാദ്വാരമാവിമുക്തേ തമോദ്വാരം യോഷിതം സംസം മഹാന്തസ്തേ സമരിത്താചരന്ത വിമന്യവസുര സാധവോ ഏവാമൈശ്വരേ മൈശ്വരേ ദേവം വരമാ ഗൃഹേഷു ജായപ്രജാതിമനസ്സു പ്രീതിയുക്താ യാഗഭക്താസ്ത്രോതി മൂലം പ്രവൃത്തകുലേവികമ ഇന്ദ്രിയ പ്രീതയ അപ്രണോതി ന സാധുവന്യേയ യദാത്മനോയ അസന്നവിക്ലേശത ആസദേക പരാഭവത്താദവോദരാദോ യാവന്ന ജിജ്ഞാസുത ആത്മതത്വം യാവക്രിയാ താവതികം മനോവൈ കർമാത്മകം ഏത ശരീരബന്ധ. തുടങ്ങിയ വരികൾ അതിമനോഹരമാണ്.
ഈ ഭാഗം ആദ്യം തന്നെ പറയുന്നത് കുട്ടികളോട് കുട്ടികളെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം സുഖമാകാനാണ് ജീവിക്കുന്നത്. പക്ഷെ സുഖം എന്ന് പറയുന്നത് ഒരിക്കലും കേവലം എക്സ്റ്റേണൽ കംഫർട്ടുകളല്ല. നമ്മൾ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. കാരണം മനുഷ്യൻ സുഖം അനുഭവിക്കുന്നത് കായം ദേഹവും ദേഹമാനം. നമ്മളെല്ലാം മനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത മനീഷയുള്ളവൻ, ചിന്തിക്കുന്നവൻ. അപ്പൊ മനുഷ്യന്റെ മനസ്സ് എന്ത് കിട്ടിയാലും അതിന് ചില രോഗങ്ങൾ, അത് താരതമ്യം ചെയ്യുമ്പോഴുള്ളത് അപ്പുറത്തേക്കൊക്കെ നോക്കുന്നത്. ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്താൽ അപ്പുറത്തേക്ക്, ഒരു സദ്യക്ക് പോയാലും നിങ്ങൾക്ക് പൊട്ടിയ അപ്പുറത്തുള്ളവർ നല്ല പത്രം കൊടുത്താൽ നിങ്ങൾക്ക് സദ്യയിൽ സാമ്പാറിൽ വെണ്ടയ്ക്ക നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറി ഇത് നിൽക്കാം, മൊത്തം നിങ്ങൾക്ക് ഇഷ്ടം. കാരണം മനസ്സിന്റെ സ്വഭാവം എപ്പോഴും മറ്റുള്ളവരുമായി അത് കാര്യമാണ്. മക്കൾ റിസൾട്ട് കൊണ്ടുവരുന്നവരെ കാണട്ടോ. SSLC റിസൾട്ട് കൊണ്ടുവരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ജോലി എന്താ? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി അത് മനസ്സിന്റെ സ്വഭാവം. രണ്ട്, വെറുതെ മനസ്സുള്ളത് മത്സരിക്കുക തനിക്ക് എന്താ കിട്ടിയത് കുറവാണെന്നും മറ്റുള്ളവർക്കൊക്കെ കൂടുതൽ കിട്ടുന്നു, മറ്റുള്ളവർക്ക് കിട്ടുന്നു നല്ലതാണെന്നും എപ്പോഴും തന്റെ കയ്യിലെപ്പോഴും ഒന്ന് നിൽക്കുന്നു. അപ്പൊ തന്നെ ദുർബലനായും മറ്റുള്ളവരെ കരുത്തുള്ളവരായും എല്ലാം ഉള്ളവരായും നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് നോക്കി പറഞ്ഞിട്ടില്ലേ ഭർത്താവെന്നോ അവരുടെ ആദ്യ സ്ത്രീയിലേക്ക് ചോദ്യം നോക്കണം പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ പിന്നെ നോക്കാൻ സമയമില്ല. പണ്ട് കാലത്ത് പണ്ട് ഈ കൂടുതൽ സാധനം വരുന്നതിന് മുമ്പാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ വായ കൊടുത്ത് നോക്കിക്കൊണ്ട്. കാരണം അവിടെ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല. കാരണം മനുഷ്യന്റെ ഒരു വിചാരം കൂടുതൽ സ്നേഹിക്കുന്നത് കൂടുതൽ